നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബൊമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, വില പിടിച്ച അഭിപ്രായങ്ങൾ അറിയിക്കണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇടവ രാശികൂറുകാർക്ക് ശനിയുടെ സഞ്ചാരത്തെ കൊണ്ടുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 2023 ജനുവരി 17 മുതൽ 2025 മാർച്ച് മാസം 29 തീയതി വരെയാണ് ശനി കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇടവക്കൂറുകാർക്ക് കാർത്തികയിലെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ പകുതി വരെയുള്ള കൂറുകാർക്ക് ശനി 10ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി 10 സഞ്ചരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെങ്കിൽ ശസ്യ മഹായോഗം എന്ന് പറയുന്നൊരു യോഗം നമ്മൾ ജാതകത്തിൽ ചന്ദ്രൻ്റെ 10 വേഗം നിൽക്കുന്നത് പോലെ ജീവിതത്തിൽ ജനിച്ച കൂറിൻ്റെ 10 ശനി സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രകടമാകും. ശശയോഗം എന്ന് പറയുന്നത് 5 മഹാഭാഗ്യ യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. രുചകോ ഭദ്ര ഹംസ മാളവ്യാജ ശശ പഞ്ചമഹാഗുണാഖി യോഗം ജനകീർത്തിയും ആയുരർത്ഥമുണ്ട്. അപ്പോൾ ജനകീർത്തി കിട്ടും, ആയുസ് കിട്ടും, അർത്ഥം കിട്ടും, വളരെ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ശശിയോഗം വന്നാൽ നമുക്ക് സസ്താ സർവജനീഷു കൃത്യബലവാൻ ഗ്രാമാധിപോ വാ നൃപോ ദാദാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ടഗുണോ ധനീസുതവധു ഭാഗ്യാന്യതോ എന്നാണ്. സജ്ജന ബഹുമാനം, കൃത്യബലവാൻ, ഭൃത്യന്മാരെ കൊണ്ട് നമുക്ക് ആദായം വർദ്ധിപ്പിക്കുന്ന ഏജൻസി, കോൺട്രാക്ട് ബിസിനസ് ഒക്കെ വരും. തൊഴിലാളിയെ കൊണ്ടുപോലും പ്രവർത്തിപ്പിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. ഒരു തൊഴിലാളിയായ ഒരാൾ മുതലാളിയായിട്ട് ജീവിക്കാൻ പറ്റും. ചെറിയ ജോലി ഇരിക്കുന്ന ആളിന് പ്രൊമോഷൻ, അധികാരമൊക്കെ കിട്ടും. അപ്പോൾ പ്രൊമോഷനും അധികാരമൊക്കെ കിട്ടുമ്പോൾ ജോലിഭാരം കുറച്ച് കൂടും. അപ്പോൾ അത് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാരണം 10 ശനിക്കുമ്പോൾ കണ്ടക ശനിയാണെന്നും ജോലി തെറിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നല്ല ജോലി കിട്ടി, അധികാരം കിട്ടി, ഭാഗ്യം കിട്ടി. പക്ഷേ അവരൊരു ബാങ്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവർക്ക് ഇത്ര രൂപയുടെ ടാർഗറ്റ്, ഇത്ര ബിസിനസ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓടി നടന്ന് ചാടി ഓടി പിടിക്കാൻ ശ്രമിച്ചാലും ചിലപ്പം നമ്മൾ കമ്പനി പറയുന്ന ആ ടാർഗറ്റ് നമുക്ക് ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വഴക്ക്, ഭീഷണി ഒക്കെ കേൾക്കാം. അപ്പം നമ്മളെ മാനസികമായിട്ട് തകർന്ന് ഈ ജോലി വേണ്ട, എനിക്ക് ഇത്രയും വലിയ റിസ്ക് എടുത്ത് വലിയ സമ്പന്നനും വലിയ അധികാരമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒന്നി ജോലി കളഞ്ഞിട്ട് വരാനോ അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ താല്പര്യമില്ലാതെ അലസനായിട്ടിരിക്കാനോ ഒക്കെ തോന്നും. അതുകൊണ്ട് കുറച്ച് റിസ്ക് നിങ്ങൾ നോക്കണം. നമ്മൾ ക്ഷമിക്കുക. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രൊമോഷനെ പോലെ തന്നെ നേട്ടങ്ങളും കിട്ടും, അധികാരമൊക്കെ കിട്ടും, ഇരട്ടി ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വലിയ കാഠിന്യമുള്ള പദ്ധതിയാണ്. എന്നാലും കുറച്ചും കൂടെയൊക്കെ മനസ്സ് വെച്ചാൽ നമുക്ക് നേട്ടങ്ങൾ കിട്ടും. അങ്ങനെ അത് അധികാരവും പദവിയും സംഘം, സമുദായം, രാഷ്ട്രീയവും പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും. എന്നാൽ 10 നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞു പാവേ കർമ്മഗതേരു കർമ്മവിഹതർ ദുഷ്കീർത്തിരാജ്ഞാക്ഷതർ ആജ്ഞാലംബനിയോർ വിനാശനും അതി ജ്ഞാനരുക്രോഷണമെന്നാണ്. അപ്പം കർമ്മഗതേതു കർമ്മവിഹതർ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു താല്പര്യമില്ല, അലസത, ആ ജോലി വിട്ട് വേറെ ജോലിക്ക് പോവാം, ആ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോവാൻ, താമസിക്കുന്ന സ്ഥലവും ഗൃഹവും മാറിയോ വിറ്റുപറയ്ക്കോ വിട്ടുമാറിയോ പോവാൻ ഒക്കെ നമുക്ക് തോന്നും. ബന്ധുക്കളുമായിട്ടും ചെറിയ ഉടക്കുകളൊക്കെ ഉണ്ട്. എന്തെന്നറിയാം, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, ജോലിയിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ലോണും ബാധ്യതയും ജീവിതവും നമുക്ക് വലിയ പ്രശ്നമാണ് എല്ലാവർക്കും. അപ്പോൾ വീട്ടിലെ പിള്ളേരെ നോക്കാനോ ഭാര്യയെ നോക്കാനോ ഭർത്താവിനെ നോക്കാനോ പറ്റാതെ വരുമ്പോൾ അവർ പറയും മതി മതി, നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ തീർക്കാൻ പോവുകയാണ്, നിങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്തോ, നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് പറയും. അപ്പോഴാണ് കുടുംബ ബന്ധങ്ങൾക്ക് ചെറിയ പൊരുത്തക്കുറവുകൾ വരും. അപ്പോൾ കുടുംബക്കാരും വീട്ടിലുള്ളവരും മനസ്സിലാക്കണം, ഈ പാവപ്പെട്ടം കിടന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്
അവരുടെ ജോലിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും വലിയ ഭാരം എടുത്ത് നീ മണ്ട വയ്ക്കേണ്ട. വേണമെങ്കിൽ നമുക്ക് പ്രമോഷനും കിട്ടിയില്ലെങ്കിലും വേണ്ടല്ലോ, ഉള്ളത് കളയാതെ ചെറിയ ജോലിയായിരുന്നാലും സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് രക്ഷപ്പെടാം. അല്ലാതെ ഒരു ജോലിയെ കരുതി ഭാര്യയെ കളയും ഭർത്താവിനെ കളയുകയൊക്കെ ചെയ്താൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അത് കളയാതിരിക്കാൻ ശ്രമിക്കണം. കർമ്മഗതേതു കർമ്മദുഷ്കൃതി, പിന്നെ നമുക്ക് പേര് ദോഷം. അവരെ സ്നേഹിക്കില്ല, അച്ഛനെ നോക്കണില്ല, അമ്മയെ നോക്കണില്ല, സഹോദരങ്ങളെ നോക്കണില്ല, ഭാര്യയെ നോക്കണില്ല, ഭർത്താവ്. ഇങ്ങനെയൊക്കെ നല്ല കുടുംബക്കാരനായിട്ട് ജീവിച്ചാലും പേര് ദോഷം കിട്ടും. വിനാശന നാശനഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രോഷണമെന്ന് വെച്ചാൽ എരിയുക, കത്തുക, നശിക്കുക, കറണ്ട് എത്തി, ഇടി മിന്നലൊക്കെ കൊണ്ട് ശരീരത്തിന് പൊള്ളലും മുറിവും വരും. പിന്നെ കാലിന് രോഗം വരുന്നത് ശനി 10 മുട്ടുവേദന, നടുവേദന, കാലുവേദന, ഇങ്ങനെയൊക്കെയുള്ള ശനി കാലിൻ്റെ ആളാണ്. അപ്പോൾ കാലിന് പല പല വാതരോഗങ്ങളും അസ്വസ്ഥതകളും വരും. വാതരോഗം അല്ലാതെ രക്തയോട്ടക്കുറവാണെന്ന് പറയും, കാല് മുറിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നു. എങ്കിലും നമുക്ക് ശശിയോഗം എന്ന് പറഞ്ഞ ആയുസ്സും ആരോഗ്യമൊക്കെ തരുന്ന രാജയോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ശനിക്ക് ശാസ്താവ്, ഹനുമാൻ, മുരുകൻ മുതലായ ദേവന്മാരെ ഭജിക്കണം. മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. മൃത്യുഞ്ജയ ഹവനം ഖലു സർവരുചാ ശാന്തയെ വിധേയം സ്യാത് സർവേഷു അപി ഹോമേഷു ബ്രാഹ്മണഭുക്തി തദാപ്തവചാന. മൃത്യുഞ്ജയ ഹോമം എന്ന് വെച്ചാൽ സർവരുചാ ശാന്തയെ വിധേയം സ്യാത്, സർവ രോഗങ്ങളും മാറി ഐശ്വര്യം കിട്ടും. അത് മൃത്യുഞ്ജയ തീവ്രമായ ജ്വരം മാറി കിട്ടും. ജ്വരം ചെലിപ്പനി, പുലിപ്പനി, ഡെങ്കിപ്പനി, കൈതപ്പനി, കൊറോണപ്പനി, ഇതൊക്കെ ചേർത്താണ് ജ്വരം എന്ന് പറയുന്നത്. അത് മാറും. തീവ്രമായ ആഭിചാരങ്ങൾ, മറ്റുള്ളവർ മനസ്സരിഞ്ഞ് നമ്മളെ ശപിക്കുകയും വഞ്ചിക്കുകയും അതേപോലെ പിരാവുകയും കൊള്ളുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ദോഷങ്ങൾ മാറി കിട്ടും. ഉന്മാദം എന്ന് വെച്ചാൽ ഭ്രാന്തനെ പോലെ. ഉന്മാദം എന്ന് വെച്ചാൽ അതല്ല, പെട്ടെന്ന് ദേഷ്യം കൊണ്ടൊരു ഭ്രാന്തരെ പോലെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളാണ് ഉന്മാദം. അതേപോലുള്ള വട്ടുപോലുള്ള വട്ടല്ല, എന്നാലും വട്ടില്ലാത്തവരും വട്ടരെ പോലെ. ദാഹഗതേജ മോഹാലസ്യം ജന്യവസ്മാരും തനോതി ശാന്തി, ശരീരശാന്തിക്ക് വേണ്ടി കരോതി ഹോമം കരോതി, ഹോമം ചെയ്യണം. സഞ്ജീവന അഷ്ടസഹസ്ര സംഖ്യ, സഞ്ജീവന മന്ത്രം, മൃതസഞ്ജീവനി മന്ത്രം, 8 സഹസ്രം 1000. അപ്പോൾ വലത് ഭാഗത്തു നിന്ന് കാൽക്കുലേഷൻ പോകുന്നത് അറബ് ഭാഷയിലാണ് ഉള്ളത്. അറബിൽ നിന്നാണ് നമ്മുടെ ഗണിതശാസ്ത്രം ഉണ്ടായതെന്നാണ് ചില അറബികൾ പറയുന്നത്. പക്ഷെ എന്നാൽ സംസ്കൃതത്തിൽ വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ടാണ് എണ്ണയും കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യണം. കാരണം ഏകാദശി, ദ്വാദശി, ത്രയോദശി, ഏകം 1 ദശം 10, ദ്വാദശി 2 ദശം 10, ത്രയോദശി 3 ദശം 10, 13. അപ്പോൾ ഇങ്ങനെ അഷ്ടസഹസ്ര സംഖ്യ, 8 സഹസ്ര 1000, 1008 സംഖ്യ ജപം നടത്തണം. എന്തായാലും ഈ പറയുന്ന മൃത്യുഞ്ജയ മന്ത്രം. അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുക്കും. എല്ലാവരെയും പൈസ വാങ്ങിച്ച് ഒന്നിച്ച് ഒരു ക്രിയ അങ്ങ് ചെയ്യും. ചിലപ്പോൾ ഈ അഷ്ടസഹസ്രം ജപിക്കും, ചിലപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ ജപിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കർമ്മിയെ സമീപിച്ച് നമുക്ക് അമ്പലത്തിൽ ചെയ്യുന്നത് അമ്പലത്തിൽ ചെയ്തോണം. അത് ഭഗവാന്റെ നമ്മൾ കൊടുക്കണ വഴിപാടിനും പൂജയ്ക്കും കൊടുക്കുന്ന പൈസയും അവിടുത്തെ അമ്പലക്കാർ, ആ ക്ഷേത്രത്തിൻ്റെ ദേവീ കാര്യങ്ങൾ, പൂജാരിയുടെ ശമ്പളം, എണ്ണ വിളക്ക് പൂജ, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ, അന്നദാനങ്ങളൊക്കെ നടത്തുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. പക്ഷെ നമ്മളെ ദോഷം മാറ്റാനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവർ പോറ്റിയ കർമ്മിയ ജ്യോത്സ്യനെ പോയി കണ്ട് അതിൻ്റെ ചെയ്യുന്ന വിധി അനുസരിച്ച് നമ്മൾ ചെയ്യണം. 25 രൂപയ്ക്ക് ചെയ്യുന്ന ചിലവരാർത്ഥന ചിലപ്പോൾ കർമ്മിയെ കൊണ്ട് ചെയ്യുമ്പോൾ 25,000 രൂപ ആകും. അത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിൻ്റേതായ ഗുണങ്ങളും ഭാഗ്യങ്ങളും നമുക്ക് കിട്ടും, നല്ലതായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഈ ശനിയുടെ മാറ്റം നമുക്ക് ഗുണകരമാണ്. ചെറിയ തടസ്സവും ശത്രുക്കളും അപഖ്യാതികളും ഒക്കെ നമുക്കുണ്ട്. അതിനെ നമുക്ക് കാലഭൈരവ സ്വാമി ഭജിക്കണം. കാലഭൈരവ സ്വാമി എന്ന് പറയുന്നത് മൃത്യു, ശത്രു, ദോഷങ്ങളും എല്ലാം മാറ്റിത്തരുന്നതും രോഗവിപത്തുകൾ മാറ്റിത്തരുന്നതും അതേപോലെ സമാധാനവും സന്തോഷവും കിട്ടി സർവശത്രുക്കളെയും മൃത്യുക്കളെയൊക്കെ നമുക്ക് അതിജീവിച്ച് കാര്യലാഭങ്ങളിലേക്ക് എത്തപ്പെടാൻ ഭഗവാനെ പ്രാർത്ഥിച്ച നല്ലത് വരും. നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമാവാസി തോറും അമ്പലം അടയ്ക്കുന്ന പതിവില്ല. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് പത്നിയാളി പൂജ, 6 മണിക്ക് അഭിഷേകമൊക്കെ ഉണ്ട്.
കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ നമ്പർ അയച്ച് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾ ഈ വരുന്ന മെയ് മാസം 21-ാം തീയതിയാണ് ഇടവ മാസത്തിലെ ചോതി ഭഗവാന്റെ കലശങ്ങളും പൂജകളും ക്ഷേത്ര ചടങ്ങുകളും നടത്തുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.